Hello students, Kerala University 6th semester BA English Language and Literature സ്റ്റുഡൻസിന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഈ പേപ്പറിനകത്ത് 4 മൊഡ്യൂൾസാണുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന ഭാഗത്തെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷനാണ്. അതിനകത്ത് ഒരു എസ്സേ പഠിക്കാനുണ്ട്, പിന്നെ കുറച്ച് ഇൻട്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ മൊഡ്യൂൾ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിനകത്ത് വരുന്ന കുറച്ച് പോയട്രിയാണ്. കുറച്ച് പോയറ്റ്സിനെയും അതുപോലെ കുറച്ച് ഓതേഴ്സിൻ്റെ പോയട്രി അവിടെ പറയുന്നുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. മൂന്നാമത്തെ മോഡിൽ ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. അതിൽ ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, 2 നോവൽസ് ഉണ്ട്, ഒരു എസ്സേ ഉണ്ട്, പിന്നെ കുറച്ച് ഓതേഴ്സിനെയും അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. നാലാമത്തെ മോഡിൽ ഡ്രാമ സെക്ഷനാണ്. അതിനകത്ത് ഇന്ത്യൻ ഡ്രാമ, ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ, മോഡേൺ ഡ്രാമ, ഇങ്ങനെ ഡ്രാമയെക്കുറിച്ച് പറയുന്നുണ്ട്. ചില ഡ്രാമാറ്റിസ്റ്റുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു ഡ്രാമ പഠിക്കാനായിട്ടുണ്ട്, അത് ഗിരീഷ് കർണാടിൻ്റെ നാഗമണ്ഡലം. ഇത്രയുമാണ് ഈ സിലബസിനകത്ത് വരുന്നത്. ഇതിൽ ഫസ്റ്റ് മോഡ്യൂൾ ഇൻട്രൊഡക്ഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിനകത്തുള്ള കൊളോണിയലിസം, അതിൽ ഫസ്റ്റ് സെക്ഷനാണ് കൊളോണിയലിസം. ഇപ്പോൾ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു പേപ്പർ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിന് ആ ഒരു സിഗ്നിഫിക്കൻസ് കിട്ടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേപ്പർ ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് കൊളോണിയലിസമാണ്. അപ്പോൾ ശരിക്കും ഇംഗ്ലീഷ് ഇന്ത്യയിലേക്ക് വരാനും അങ്ങനെ അതിനെക്കുറിച്ചൊരു സ്റ്റഡി ഉണ്ടാകാനും അങ്ങനെ ഇംഗ്ലീഷിൽ ലിറ്ററേച്ചർ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൊളോണിയലിസം തന്നെയാണ്. അപ്പോൾ കൊളോണിയലിസം എന്താണ് എന്നുള്ളത് ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കൊളോണിയലിസം. The origin of the word colonialism can be traced back to the Latin word colonia, meaning a place for agriculture. ഓക്കെ, കൊളോണിയലിസം എന്നൊരു വേർഡ് നമ്മളതിന് ട്രേസ് ചെയ്ത് പോകുകയാണെങ്കിൽ അതൊരു ലാറ്റിൻ വേർഡായിട്ടുള്ള കൊളോണിയ, മീനിങ് എ പ്ലേസ് ഫോർ അഗ്രികൾച്ചർ എന്നൊരു വേർഡിൽ നിന്നാണ് കൊളോണിയലിസം എന്നൊരു ടേം ഒറിജിൻ ചെയ്തതെന്ന് മനസ്സിലാക്കുക. നമുക്കതിൻ്റെ എറ്റിമോളജി നോക്കി പോകുകയാണെങ്കിൽ വേറൊരു വേർഡ് പറയുന്നുണ്ട്, കൊളോണാസ്, അതായത് ടെനന്റ് ഫാർമേഴ്സ് എന്ന മീനിങ് കിട്ടുന്ന കൊളോണസ് എന്ന വേർഡാണ് ശരിക്കും ഇതിൻ്റെ എറ്റിമോളജിക്കലി അത് ആ ഒരു റൂട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ലാറ്റിൻ വേർഡാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊളോണിയ അല്ലെങ്കിൽ കൊളോണസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ്സ്, അതിൽ നിന്നാണ് കൊളോണിയലിസം എന്നൊരു ടേം ഉണ്ടായിട്ടുള്ളത്. ദ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഓഫ് കൊളോണിയലിസം ഈസ് എ പോളിസി ആൻഡ് പ്രാക്ടീസ് ഓഫ് എ പവർ ഇൻ എക്സ്റ്റെൻഡിങ് കൺട്രോൾ ഓവർ വീക്കർ പീപ്പിൾസ് ഓർ ഏരിയാസ്. നമുക്കിനെ ഒരു ഡെഫിനേഷനായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് കൊളോണിയലിസം, ഒരു ഡെഫിനേഷനായിട്ട് പറയുകയാണെങ്കിൽ അതൊരു പോളിസി ആൻഡ് പ്രാക്ടീസാണ്. അതായത് പവർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പോളിസിയാണ്. ഈ പവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വീക്കറായിട്ടുള്ള ആളുകളിലേക്കും ഏരിയയിലേക്കും പവർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു പ്രാക്ടീസിനെയാണ് നമുക്ക് ഡെഫിനേഷനായിട്ട് പറയാം കൊളോണിയലിസം എന്നുള്ളത്. Even though the policy has been used by multiple civilizations in different continents since ancient times, it is broadly used today to refer to European economic and political domination in different continents that began roughly in the late 16th century and lasted until the early 1970s. ഈ രീതിയിൽ പവർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു പോളിസി, ആ ഒരു പ്രാക്ടീസ് ഏൻഷ്യൻ ടൈം മുതൽ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ഇപ്പോൾ അത് കൊളോണിയലിസം എന്നൊരു ടേം റെഫർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് ആ യൂറോപ്യൻ എക്കണോമിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡോമിനേഷനാണ്. മറ്റുള്ള കോണ്ടിനെൻസിന് യൂറോപ്യൻസ് എക്കണോമിക്കലി അതുപോലെ പൊളിറ്റിക്കലി ഡോമിനേറ്റ് ചെയ്ത ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇപ്പോൾ കൊളോണിയലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തത് 16th സെഞ്ച്വറിയിലാണ്, ലേറ്റ് 16th സെഞ്ച്വറിയിൽ സ്റ്റാർട്ട് ചെയ്തു. അത് ഏകദേശം 1970s അത് എൻഡ് ചെയ്യുന്നത്. അതുവരെ അത് ഉണ്ടായിരുന്നു കൊളോണിയലിസം എന്നൊരു പ്രോസസ്സ്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കൊളോണിയലിസം എന്ന് പറയുന്നത് is the establishment and maintenance of one group of people as superior to other peoples and areas, often for imperialist control and exploitation, and through a range of practices and relations of colonization, instilling coloniality and possibly colonies. That said, there is no clear definition of colonialism and definitions may vary depending on the use of the term and context. ഇപ്പോൾ കൊളോണിയലിസം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് ഒരു കോളനി എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിൽ വീക്കറായിട്ടുള്ള ആൾക്കാരിൽ ഇട്ട്
കോളനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവരെ എന്ത് ചെയ്യുക, കോളനിയാക്കിയിട്ട് അവർ ഭരിക്കുന്ന ആ ഒരു രീതിയാണ്. അതൊരു ഇമ്പീരിയലിസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം. അതായത് സുപ്രീം പവറുള്ള ആൾക്കാർ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലൊരു ഇമ്പീരിയലിസ്റ്റ് പർപ്പസ് ആയിരിക്കും, ഒരു ഇമ്പീരിയലിസ്റ്റ് കൺട്രോൾ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലോട്ട് യൂറോപ്യൻസ് വന്നത് എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ടായിരുന്നു. അതൊരു എക്സ്പ്ലോയിറ്റേഷൻ എന്നൊരു രീതിയിലോട്ടായിരിക്കാം. ഇങ്ങനെ പല പല പ്രാക്ടീസസും അവർ ഉപയോഗിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, കോളനൈസേഷൻ, അതുപോലെ തന്നെ കോളനൈസേഷന് ശേഷം വരുന്നൊരു പവർ എക്സേർട്ടിങ്. അപ്പം ഇങ്ങനെ പല രീതിയിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കോളനൈസേഷൻ എന്ന് പറയുന്നതിൻ്റെ, അല്ലെങ്കിൽ കൊളോണിയലിസം എന്ന് പറയുന്ന നമുക്കത് ഡിഫൈൻ ചെയ്യുമ്പോൾ അത് പല രീതിയിലും നമുക്ക് പല ടേമായിട്ട് അല്ലെങ്കിൽ പല കോണ്ടെക്സ്റ്റിലും പല രീതിയിലും നമുക്കതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഒറ്റ പ്രോസസ്സായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കത് ഡിഫൈൻ ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. Colonialism is etymologically rooted in the Latin word colonus, which was used to describe tenant farmers in the Roman Empire. The colony sharecroppers started as tenants of landlords, but as the system evolved, they became permanently indebted to the landowner and trapped in servitude. കൊളോണിയലിസം എന്ന വേർഡ് നേരത്തെ പറഞ്ഞു, കൊളോണിയ എന്ന വേർഡിൽ നിന്നാണ് ഇത് ഒറിജിൻ ചെയ്തിട്ടുള്ളത്, ഒരു ലാറ്റിൻ വേർഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എറ്റിമോളജി നോക്കുകയാണെങ്കിൽ കൊളോണസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതെന്ന് പറയുന്നു. ഈ കൊളോണസ് എന്ന വേർഡിൻ്റെ മീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് കൊളോണസ് എന്ന് പറയുന്നത് റോമൻ എംപയറിലുണ്ടായിരുന്ന ടെനന്റ് ഫാർമേഴ്സാണ്. അതിൻ്റെ പ്ലൂറലാണ് കോളനി. അപ്പോൾ ഈ കോളനി എന്ന് പറയുന്നത് അവർ ഫാർമേഴ്സാണ്, ടെനന്റ് ഫാർമേഴ്സാണ്. അവർ ഷെയർ ക്രോപ്പേഴ്സ് കൂടെ ആയിരുന്നു. അപ്പോൾ അവർ അങ്ങനെയാണ് ആദ്യം അവർ ലാൻഡ് ലോഡ്സിൻ്റെ കീഴിൽ ടെനൻസായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് ആ സിസ്റ്റം ഇവോൾവ് ചെയ്യുന്നതനുസരിച്ച് അവർ പെർമനൻ്റായിട്ട് ലാൻഡ് ഓണർക്ക് ഇൻഡപ്റ്റഡ് ആവുകയും ആ ഒരു സെർവിറ്റ്യൂഡിൽ അവർ ട്രാപ്ഡ് ആവുകയും ചെയ്തു. Colonialism has existed since ancient times. In the modern period, the concept is more strongly associated with European colonialism, starting in the 15th century and extending to the mid-1900s. At first, conquest followed policies of mercantilism, aiming to strengthen the home country economy, so agreements usually restricted the colony to trading only with the metropole. By the mid-19th century, many empires gave up mercantilism and trade restrictions and adopted the principle of free trade with few restrictions of tariffs. നേരത്തെ പറഞ്ഞതുപോലെ കൊളോണിയലിസം ഏൻഷ്യൻ ടൈം മുതലേ അത് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൊളോണിയലിസം എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു മോഡേൺ പീരീഡിൽ നമുക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതും യൂറോപ്യൻ കൊളോണിയലിസമായിട്ട് ബന്ധപ്പെട്ടാണ്. 15th സെഞ്ച്വറിയിൽ സ്റ്റാർട്ട് ചെയ്ത് 1970s എൻഡ് ചെയ്യുന്ന ആ ഒരു കൊളോണിയലിസം. ഇത് ഫസ്റ്റ് ഈ കൊളോണിയലിസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഫോളോ ചെയ്യുന്ന പോളിസീസിനകത്ത് മെർക്കന്റിലിസം ഉണ്ടായിരുന്നു. അത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പോളിസീസൊക്കെ വെച്ചിട്ടായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്, മെർക്കന്റിലിസം ചെയ്തുകൊണ്ടിരുന്നത്. അതും ഹോം കൺട്രിയുടെ എക്കോണമി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. ഹോം കൺട്രി എന്ന് പറയുമ്പോഴേക്കും അതിൽ മെട്രോപോളുമായിട്ട് മദർ കൺട്രിയുമായിട്ട് മാത്രം ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 19th സെഞ്ച്വറി ആയപ്പോഴേക്കും പല എംപേഴ്സും ആ ഒരു മെർക്കന്റിലിസം ഉപേക്ഷിക്കുകയും ട്രേഡ് റെസ്ട്രിക്ഷൻസ് കുറയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു ഫ്രീ ട്രേഡിലോട്ട് അവർ കടന്നു. മിഷണറീസ് വെയർ ആക്റ്റീവ് ഇൻ പ്രാക്ടിക്കലി ഓൾ ഓഫ് ദ യൂറോപ്യൻ കൺട്രോൾ കോളനീസ് ബിക്കോസ് ദ മെട്രോപോൾസ് വെയർ ക്രിസ്ത്യൻ. Historian Philip Hoffman calculated that by 1800, before the Industrial Revolution, Europeans already controlled at least 35% of the globe, and by 1914, they had gained control of 84% of the globe. In the aftermath of World War II, colonial powers retreated between 1945 and 1975, over which time nearly all colonies gained independence, entering into changed colonial, so-called post-colonial and neo-colonialist relations. യൂറോപ്യൻ കൺട്രോൾഡ് കോളനീസിലെല്ലാം തന്നെ മിഷണറീസ് വളരെ ആക്റ്റീവായിരുന്നു. കാരണം ഇവരെന്ന് പറയുന്ന പോൾസ് എന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ക്രിസ്ത്യൻ കൺട്രീസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഷണറീസ് വളരെ ആക്റ്റീവായിരുന്നു ആ സമയത്ത്. ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഫിലിപ്പ് ഹോഫ്മാൻ പറയുന്നത് ഏകദേശം
1800 ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 35% ഓഫ് ദ ഗ്ലോബും യൂറോപ്യൻസ് കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നു. ദെൻ 1940s ആയപ്പോഴേക്കും 1914 ആ ഒരു കാലഘട്ടം ആയപ്പോഴേക്കും 84% ഓഫ് ദ ഗ്ലോബും അവർ ഗെയിൻ ചെയ്തു, അവരുടെ കൺട്രോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് അവർ കൊളോണിയൽ പവർ കുറച്ചൊന്ന് കുറഞ്ഞു തുടങ്ങിയത്. അതും 1945 മുതൽ 1975 വരെയുള്ള ആ ഒരു കാലഘട്ടം. അതിനുശേഷം കോളനീസൊക്കെ തന്നെ ഇൻഡിപെൻഡൻ്റായി. അതിനുശേഷം ഒരു ചേഞ്ച്ഡ് കൊളോണിയൽ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്തു ഈ രാജ്യങ്ങളെല്ലാം തന്നെ. അത് നമ്മളത് വിളിക്കുന്നത് പോസ്റ്റ് കൊളോണിയൽ അല്ലെങ്കിൽ നിയോ കൊളോണിയലിസ്റ്റ് റിലേഷൻസ് എന്നാണ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് കൊളോണിയലിസം. എന്തൊക്കെയാണ് കൊളോണിയലിസത്തിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്? Historians have classified 4 different types of colonialism that have been practiced throughout the ages. They are as follows. Number 1, settler colonialism. 4 ടൈപ്സ് ആയിട്ടാണ് കൊളോണിയലിസത്തെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് സെറ്റ്ലർ കൊളോണിയലിസം. എന്താണെന്ന് നോക്കാം. സെറ്റ്ലർ കൊളോണിയലിസം. This involves immigration on a grand scale with political, religious and economic factors being prime motivators. The outcome is that any local existing population will be largely replaced. The colony in question will be exploited for mainly agricultural purposes. The erstwhile colonies of Australia, United States of America and Canada are examples of settler colonialism. സെറ്റ്ലർ കൊളോണിയലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് പൊളിറ്റിക്കൽ പർപ്പസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്കണോമിക് ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും കാരണങ്ങളാൽ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് പോയിട്ട് അവിടെ സെറ്റിൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സെറ്റ്ലർ കൊളോണിയലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് അവിടെ ലോക്കലി എക്സിസ്റ്റ് ചെയ്തിരുന്നൊരു പോപ്പുലേഷൻ അവരവിടെ നിന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ആ ഒരു നാടിനെയും അവിടുത്തെ ആൾക്കാരെയും അല്ലെങ്കിൽ അവിടുത്തെ ആ കോളനിയെയും അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അത് കൂടുതലും അഗ്രികൾച്ചറൽ പർപ്പസ് ആയിരിക്കും. ഇതിൽ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നത് ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിലുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കോളനീസ്, ഇതൊക്കെ നമുക്ക് സെറ്റ്ലർ കൊളോണിയലിസത്തിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. Number 2, exploitation colonialism. Exploitation colonialism focuses on the exploitation of natural resources and the local population as cheap labor that benefits the mother country economically. An example of this is the use of local labor in India and Southeast Asia, where the indigenous population was used as slave labor to cultivate cash crops such as tea and rubber. എക്സ്പ്ലോയിറ്റേഷൻ കൊളോണിയലിസം എന്നത് ഉദ്ദേശിക്കുന്നത് കൂടുതലും ആ ഒരു നേച്ചർ, ആ ഒരു ഏരിയയിൽ ഉൾക്കൊള്ളുന്ന റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. മാത്രമല്ല അവിടെയുള്ള ലോക്കൽ പോപ്പുലേഷൻ്റെ ലേബർ ഉപയോഗിക്കുക, വളരെ ചീപ്പായിട്ടുള്ള തുക കൊടുത്ത്, എമൗണ്ട് കൊടുത്തിട്ട് അവരുടെ ലേബർ ഉപയോഗിക്കുക, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ആ ഒരു ഏരിയയും ആ ഒരു നാടിനെയും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് മദർ കൺട്രി. ഓക്കെ, അപ്പോൾ അത് ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ചൂഷണം ചെയ്യുക, സാമ്പത്തികമായിട്ടുള്ള ചൂഷണം, അതാണ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ എന്നൊക്കെ പറയാവുന്നത് ഏറ്റവും നല്ല എക്സാമ്പിളായിരുന്നു ഇന്ത്യ, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഉണ്ടായിട്ടുള്ള കൊളോണിയലിസം എക്സ്പ്ലോയിറ്റേഷൻ കൊളോണിയലിസമാണ്. കാരണം അവിടുത്തെ നാടും അവർ ചൂഷണം ചെയ്യുന്നു, മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതുപോലെ അവിടെയുള്ള ഇൻഡിജിനസ് പോപ്പുലേഷനെയും അവർ സ്ലേവ്സ് ആയിട്ട്, ഇപ്പോൾ ലേബർ കൊടുത്തോ അല്ലെങ്കിൽ സ്ലേവ്സ് ആയിട്ടോ അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. Number 3, surrogate colonialism. Surrogate colonialism involves a settlement project supported by a colonial power in which most of the settlers do not come from the same ethnic group as the ruling power. South Africa and Rhodesia were examples of surrogate colonialism, where large number of British settlers became the dominant group despite being in minority as compared to the local indigenous population. ഈ ടൈപ്പ് കൊളോണൈസിനകത്ത് അവിടെ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാകും. പക്ഷേ അതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും.
ഒരു കൊളോണിയൽ പവറിൻ്റെ കീഴിൽ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫാക്ടറി ഡെവലപ്പ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സെറ്റിൽ ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ സെയിം റൂളിംഗ് പവർ അല്ലെങ്കിൽ ആ ഒരു റൂളിംഗ് പവറിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയിരിക്കണമെന്നില്ല. ഇതിന് എക്സാമ്പിൾസാണ്, സറോഗേറ്റ് കൊളോണിയൽസിൻ്റെ എക്സാമ്പിൾസാണ് സൗത്ത് ആഫ്രിക്ക, റൊഡേഷ്യ എക്സെട്ര. അവിടെയൊക്കെ ഉണ്ടായിരുന്നത് ഈ ടൈപ്പ് കൊളോണിയലിസം ആയിരുന്നു. നമ്പർ 4, internal colonialism. It is a notion of uneven or even discriminative power structure between different areas of a state. This is demonstrated in the way control and exploitation may pass from whites from the colonizing country to a white immigrant population within a newly independent country. ഇന്റേണൽ കൊളോണിയലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിം സ്റ്റേറ്റിനകത്ത് തന്നെ വരുന്ന ഡിഫറെൻറ്റ് ഏരിയകൾ തമ്മിലുള്ളൊരു പവറിൽ വരുന്ന വ്യത്യാസം. ഏതെങ്കിലും ഒരു ഏരിയ ഡോമിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുന്ന രീതിയും മറ്റു ഏതെങ്കിലും കുറച്ച് ഏരിയാസ് താഴെ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭരിക്കപ്പെടുന്ന രീതിയിൽ വരികയും ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഇന്റേണൽ കൊളോണിയലിസം എന്ന് പറയുന്നത്. നമ്മളെങ്ങനെയാണോ സാധാ കൊളോണിയലിസം ഒരു നേഷന് പുറത്തുള്ള പവർ എങ്ങനെയാണ് ഒരു നേഷനകത്ത് വന്നിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു നേഷനകത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനകത്ത് തന്നെയുള്ള ഒരു ഗ്രൂപ്പ്, ഒരു ഏരിയ മറ്റ് ഏരിയയിൽ ഉൾപ്പെടുന്ന ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നു. അതിനെയാണ് ഇന്റേണൽ കൊളോണിയലിസം എന്ന് പറയുന്നത്. അത് കൾച്ചറായിട്ട് എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ റിലീജിയസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ, അങ്ങനെ ഏതെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയാവുന്നത് ഡോമിനേഷൻ ഓഫ് വൈറ്റ്സ് ഓൺ നോൺ വൈറ്റ്സ്. ഓക്കെ, അപ്പോൾ വൈറ്റ് പീപ്പിൾ അവർ സെയിം കൺട്രിക്കകത്ത് തന്നെയുള്ള നോൺ വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഡോമിനേറ്റ് ചെയ്യുന്നു. അത് ഇന്റേണൽ കൊളോണിയലിസമാണ്. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് കൊളോണിയലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൊളോണിയലിസം എന്താണെന്നുള്ളതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, ഇത് കംപ്ലീറ്റ് അല്ല. കൂടുതൽ റിസർച്ച് ചെയ്യുകയും കൂടുതൽ വായിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.